സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരന്തം വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ ആകെ കടബാധ്യത 4,71,000 കോടിയെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴാണ് കടബാധ്യത 10,000 കോടി കൂടി വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് കൂടിയുണ്ട്. വിവരങ്ങളുമായി ഒരിക്കൽ കൂടി പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, ആ വാക്ക് തന്നെയാണ് യോജിക്കുന്നത്. വല്ലാത്തൊരു സാമ്പത്തിക ദുരന്തത്തിലാണ് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തന്നെയാണ് കേന്ദ്രം അടിവരയിടുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തുടർച്ചയായിട്ടുള്ള ധൂർത്ത്, വരവിൽ കൂടുതലുള്ള ചെലവ്, സംസ്ഥാനത്ത് കാര്യക്ഷമമല്ലാത്ത ധനകാര്യ മാനേജ്മെന്റ്, സുപ്രീം കോടതി പോലും വിമർശിച്ചിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ്. അപ്പോൾ അത്തരം നടപടികളിലൂടെ സംസ്ഥാന സർക്കാരും ധനവകുപ്പും തള്ളിവിടുന്നത് ഒരു സാമ്പത്തിക ദുരന്തത്തിലേക്കാണെന്ന ജനം ടിവിയുടെ തുടർ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. പാർലമെന്റിൽ ധനകാര്യ വകുപ്പ് പാർലമെന്റിൽ MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി നൽകിയ രേഖകളിലാണ് ഇത്തരം വെളിപ്പെടുത്തലുള്ളത്, അല്ലെങ്കിൽ ഈ കണക്കുകളുള്ളത്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത എന്ന് പറയുന്നത് 4,71,091 കോടി രൂപയാണ്. അതായത് 4,71,091 ലക്ഷം കോടി രൂപ. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്, അതായത് 2026 മാർച്ച് 31 അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ കടബാധ്യത എന്ന് പറയുന്നത് 4,81,997 കോടിയായി ഉയർന്നേക്കുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ 4,81,997 കോടി എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റ് കണക്കാണ്. എപ്പോഴും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അനുവദിച്ചതിലും കൂടുതലേക്ക് പോകാറുണ്ട്. കാരണം ഈ ഡിസംബറിലേക്കുള്ള കടമെടുപ്പ് പരിധി വരെ കേന്ദ്രം കൂട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളം കൂടുതൽ കടമെടുക്കുമ്പോൾ ഒരു 5 ലക്ഷം കോടിയിലോട്ടൊക്കെ കേരളത്തിന്റെ ആകെ കടബാധ്യത പോകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും 4,81,997 കോടി രൂപയാണ് നിലവിൽ കേന്ദ്രം ഒരു എസ്റ്റിമേറ്റ് ആയി വെച്ചിരിക്കുന്നത്. ഈ വരുന്ന നിലവിലത്തെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ കടബാധ്യത എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിന് നൽകിയിരിക്കുന്ന വലിയ സഹായങ്ങളെക്കുറിച്ചുള്ള കണക്കുകളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് 1,16,912 കോടി രൂപയാണ് 2021-22 മുതലുള്ള സാമ്പത്തിക വർഷങ്ങളിൽ, നടപ്പ് സാമ്പത്തിക വർഷം വരെ കേന്ദ്രം കേരളത്തിന് വിവിധ ഗ്രാൻറ്റുകളായും സ്കീമുകളായും സ്പെഷ്യൽ അസിസ്റ്റൻസുകളായും ഒക്കെ പ്രത്യേക സഹായങ്ങളുമായൊക്കെ അനുവദിച്ചിരിക്കുന്നത്. അതായത് 1,16,912 കോടി രൂപ കേന്ദ്രം ഇത്രയധികം തുക കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഓരോ സാമ്പത്തിക വർഷം കഴിയുന്തോറും കേരളത്തിൻ്റെ പൊതു കടം മാത്രമല്ല, കടമെടുക്കുന്ന തുകയും, ഓരോ സാമ്പത്തിക വർഷം കടമെടുക്കുന്ന തുകയും കൂടി വരികയാണ്. 2015-16 15,000 കോടിയാണ് സർക്കാർ ഒരു വർഷം കടമെടുത്തിരുന്നതെങ്കിൽ 2024-25 ആകുമ്പോഴേക്കും അത് 53,666 കോടിയായി ഉയരുന്ന സാഹചര്യവും സംസ്ഥാനത്തുണ്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ വരുന്ന ചെലവുകൾ നികത്താൻ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ളത് കടമെടുപ്പ് മാത്രമാണ്. മറ്റ് പണസമ്പാദനത്തിനുള്ള, വരുമാന വർധനവിനുള്ള ഒരു നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കടമെടുപ്പിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കടമെടുപ്പിന് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ്, അതേ നടപടികൾ തന്നെയാണ് അതേ നിലപാടുകൾ തന്നെയാണ് കേരളത്തോടും സ്വീകരിക്കുന്നതെന്നും കേന്ദ്രം ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപാണ് ഏതാണ്ട് 8,000-അധികം കോടി രൂപ ഈ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 2021 മുതൽ 2024-25 വരെയുള്ള സാമ്പത്തിക വർഷം, ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ആകെയുള്ള ഒരു സമയത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരന്തം വ്യക്തമാക്കുന്ന കണക്കുകളാണ് കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 4,71,000 കോടി എന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും ഈ കടബാധ്യത 10,000 കോടി കൂടി വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ട്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.